ശക്തി എന്തെന്ന് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചതെല്ലാം അച്ഛനിലൂടെയാണ്. അച്ഛൻ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പല രീതിയിൽ അറിയാം. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പ്രവർത്തനമായിരുന്നു ആ ജപമാല റാലി. എന്തുമാത്രം ജനങ്ങളാണ് കൈകോർത്ത് നിന്നുകൊണ്ട് ജപമാല അർപ്പിച്ചുകൊണ്ട് അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങള് നിയോഗങ്ങള് തമ്പുരാനിലേക്ക് അർപ്പിച്ച് നേടിയിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഫ്രണ്ടില് തന്റെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛൻ എപ്പോഴും ഫ്രണ്ടിലുണ്ടാവും. എന്ത് ശാരീരികമായ അസ്വസ്ഥത ഉണ്ടെങ്കിൽ തന്നെയും അച്ഛൻ അത് തീരുന്നവരെ അർത്തിങ്കൽ പള്ളിയിലെത്തി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് വരെ അച്ഛൻ നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം പഴിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അത് മാത്രം മതി നമ്മൾ ഓരോരുത്തരെയും കരുത്താർജിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും അനുഭവങ്ങളുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നതും അതുപോലെയാണ്. അപ്പൊ ആ ഓരോ പ്രാർത്ഥനാനുഭവം ഞാൻ മാത്രം പങ്കുവയ്ക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം അച്ഛനിലൂടെ പല സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. IMS ആക്കിയത് അച്ഛനെ വിരോധം തോന്നരുത്. ഞങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ അറിഞ്ഞത് പ്രശാന്ത് അച്ഛനിലൂടെ IMS എന്ന ഒരു ധ്യാനഭവനെ ഞങ്ങളൊക്കെ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞത് പ്രശാന്ത് അച്ഛനിലൂടെ. അപ്പോൾ അച്ഛന്റെ ഓരോ പ്രവർത്തനങ്ങളും അങ്ങനെ ആയിരുന്നു. മക്കളെ അച്ഛനിലേക്ക് വരുന്ന ഓരോ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അച്ഛൻ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് നമ്മൾ അടുത്തുണ്ടെങ്കിൽ ഞാൻ പല രീതിയിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി അച്ഛനുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ അച്ഛന്റെ സ്വന്തം കാര്യം എന്ന രീതിയിലാണ് അച്ഛൻ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ആ അനുഭവത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിരിക്കുന്നത്. അപ്പോൾ അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇനിയും നമ്മൾക്കുണ്ടാവും. നമ്മൾ ഓരോരുത്തരും മധ്യസ്ഥന് നമ്മൾ വിശുദ്ധരെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ആ ഒരു രീതിയിൽ അച്ഛൻ നമ്മൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കും, എപ്പോഴും ഉണ്ടാകും. ആ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതയാത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു.